സ്വപ്നക്കൂട്. രചന, അവതരണം മിത്രവിന്ദ. ഹലോ, രാജീവ് വന്നോ? നീ വിളിച്ചോ? ഞാൻ പിന്നെ വിളിച്ചില്ല. അയാൾ ദേഷ്യപ്പെട്ടാ സംസാരിച്ചത്. നിങ്ങളും കേട്ടതല്ലേ? അതൊക്കെ കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അയാളുടെ നമ്പറിൽ നീ വിളിക്കുകയോ അയാളെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ ആരാണെന്ന് നീ അറിയും. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ വിളിച്ചിട്ട് അയാൾ ഫോണും എടുത്തില്ല. നീ വലിയ പതിവ്രതയാകാനൊന്നും ശ്രമിക്കണ്ട കേട്ടോ. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ അയാളെ വിളിച്ചു. പക്ഷെ അയാൾ വരാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാനെന്ത് വേണം? ഒന്നും വേണ്ട. നീ തൽക്കാലം ഫോൺ വെച്ചിട്ട് പോ. അതും പറഞ്ഞുകൊണ്ടവൻ ഫോൺ കട്ട് ചെയ്തു. തന്നെ പോലീസ് ഓഫീസർ ഇൻസ്പെക്ടറായി നിയമിച്ച രജിസ്റ്റേർഡിന്റെ ഒരു ഫോട്ടോ കൂടി അവൻ അവൾക്ക് അയച്ചു കൊടുത്തു. അല്പസമയം കഴിഞ്ഞതും അവൾ വൈശാഖന്റെ നമ്പറിൽ വിളിച്ചു. സർ, ഞാനിനി മര്യാദയ്ക്ക് ജീവിച്ചോളാം. പ്രശ്നം ഉണ്ടാക്കരുത്, അവൾ പറഞ്ഞു. ഓ, നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ശേഷിച്ച ജീവിതം അഴി എണ്ണിക്കഴിയാം. സർ, പ്ലീസ്, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ദയവായി എന്നെ വിശ്വസിക്കണം. ശരി ശരി, ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ. അതും പറഞ്ഞവൻ ഫോണ് കട്ടാക്കി. അവൾ ശരിക്കും പേടിച്ചു പോയെന്ന് അവന് മനസ്സിലായി. അവളുടെ വീട്ടിലേക്ക് രാജീവേട്ടനെ വിളിച്ചു വരുത്താന്നും താനും കാർത്തിക്കും കൂടി അവിടെ ചെല്ലാന്നും എന്നിട്ട് രാജീവേട്ടനെ ബ്രെയിൻ വാഷ് ചെയ്യാനും ഒക്കെയായിരുന്നു വൈശാഖിന്റെ പ്ലാന്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല. അവളുടെ നമ്പരും കോണ്ടാക്റ്റിൽ നിന്ന് ഡിലീറ്റ് ആക്കി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് വൈശാഖൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മി അവളുടെ വീട്ടിലേക്ക് പോയി കാണും. അത് ഓർത്തപ്പോ അവന് ആകെ ഒരു ഉന്മേഷക്കുറവ് പോലെ തോന്നി. ഇന്നാണെങ്കിൽ കുഞ്ഞുലക്ഷ്മിക്ക് ഒരു ഉമ്മയും കൊടുത്തില്ല. കഷ്ടമായിപ്പോയി. അവൻ ഓർത്തു. വീട്ടിൽ ചെന്നപ്പോ അശോകന്റെ കാറ് മുറ്റത്തില്ലായിരുന്നു. അമ്മയാണെങ്കിൽ തുണി നനച്ചിടുകയാണ്. അവരെപ്പോ പോയമ്മേ? കുറച്ചു സമയം ആയതേ ഉള്ളു മോനെ. നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ ബൈക്ക് ഓടിക്കുകയല്ലായിരുന്നോ? അതാ. ശരി, നീ പോയി ഷർട്ട് മാറിയിട്ട് വാ. ഞാൻ ഊണെടുത്ത് വെക്കാം. ഇപ്പൊ വേണ്ടമ്മേ, വിശപ്പ് തീരെയില്ല. മോള് പോയതുകൊണ്ടാണോ ഒരു വിഷമം നിന്റെ മുഖത്ത്? ഓ ഇല്ലമ്മേ, വെയിലുകൊണ്ട് വണ്ടി ഓടിച്ചു വന്നിട്ടാ. അവൻ മുറിയിലേക്ക് പോയി. സുമിത്ര അത് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. മുറിയിലേക്ക് കയറി വന്ന വൈശാഖന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ലക്ഷ്മി നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്നു. അവൻ ഓടി അവളുടെ അരികിലേക്ക്. പെട്ടെന്ന് അവൾ മൂക്ക് പൊത്തിപ്പിടിച്ചു. പോയി കുളിക്കേട്ടാ. ദേ, എപ്പോ കുളിച്ചെന്ന് നോക്കിയാ പോരെ. അവൻ വേഗം ബാത്റൂമിൽ കയറി. സോപ്പ് പതപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ടവലെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ലക്ഷ്മിയാണെങ്കിൽ മുടിയിലെ ഉടക്കുകൾ വിടർത്തുകയാണ്. അവൻ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് തന്റെ തലയിലെ വെള്ളം കുടഞ്ഞു. ഓ, എന്താ ഇത്ര ഇളക്കം? നീ പോയെന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. ഓ, അതാണോ? നീ എന്താ പോകാഞ്ഞേ? വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. പിണങ്ങിപ്പോയതും പോരാഞ്ഞ്? ഇല്ലടി, അങ്ങനൊന്നും ഇല്ല. നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളാൻ മേലായിരുന്നോ? ഞാൻ പോയാൽ ഏട്ടന് വിഷമമുണ്ടോ? സത്യം പറ. അവൾ അവന്റെ മിഴികളിലേക്ക് നോക്കി. പിന്നെ വിഷമം ഉണ്ടോന്ന് അതെന്തൊരു ചോദ്യമാടി. നീ പോയി കാണുന്നോർത്ത് വിഷമിച്ചു തന്നെയാ ഞാൻ വന്നത്. അതുപോട്ടെ, നീ എന്താ പോകാഞ്ഞേ? അതോ, അതേ, എനിക്കും ഭാവിക്കും ഏട്ടനെ ഇട്ടിട്ട് പോകാൻ അതിലേറെ വിഷമമുണ്ട്. അതുകൊണ്ടാ. അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. 3 മാസം കഴിയുമ്പോൾ ഛർദിയൊക്കെ മാറും. അത് കഴിഞ്ഞ് എല്ലാം ശരിയാകും. തലേ ദിവസം സൂചി കുത്തിയ അവളുടെ കൈത്തണ്ട എടുത്ത് അതിലേക്ക് ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതൊന്നും സാരമില്ലേട്ടാ. ആ സിസ്റ്റർ പറഞ്ഞ പോലെ ഇനി എന്തെല്ലാം സഹിക്കണം ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ. രാജീവൻ പുറത്തു പോയിട്ട് വന്നപ്പോ ദീപ ഉറങ്ങുകയാണ്. അവൻ അകത്തേക്ക് കയറിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. ദീപ കിടന്നുറങ്ങുന്നത് നോക്കി നിൽക്കുവാണവൻ. കാലിലൊരു നനവ് പടർന്നപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. നോക്കിയപ്പോ രാജീവൻ അവളുടെ കാലിൽ മുഖം ചേർത്ത് കരയുകയാണ്. ഈശ്വര, ഇതെന്താ ഏട്ടായി കാണിക്കുന്നേ? അവൾ പിടഞ്ഞെഴുന്നേറ്റു. എന്നിട്ട് അവനെ പിടിച്ചെഴുന്നേപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം ദീപേ. ഞാൻ ചെയ്തത് ഓർക്കാനാവാത്ത തെറ്റാണ്. എല്ലാം എനിക്കറിയാം. നീ എന്നോട് ക്ഷമിക്കില്ലേ? അവൻ അവളെ നോക്കി. അതുവരെ അടക്കി വെച്ച എല്ലാ സങ്കടവും അവളുടെ കണ്ണീരായി പുറത്തു വന്നു. അവൾ രാജീവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നൊമ്പരത്താൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞു. ഏതോ ശപിക്കപ്പെട്ട നിമിഷമായിരുന്നു. ഇനി എന്റെ മരണം വരെ അങ്ങനൊന്നും ഉണ്ടാവില്ല.
ദീപയുടെ കണ്ണുനീരെല്ലാം രാജീവൻ തന്റെ ചുംബനം കൊണ്ട് ഒപ്പിയെടുത്തു. കുറേയേറെ നേരം ദീപ അവളുടെ വിഷമം അവനുമായി പങ്കുവച്ചു. രാജീവൻ അവളെ പിടിച്ച് കട്ടിലിരുത്തി. എന്നിട്ട് അലമാര തുറന്നു കുറെ ഗുളികകളെല്ലാം എടുത്ത് ചുരുട്ടിക്കൂട്ടി. ദീപ പ്രഗ്നന്റ് ആകാതിരിക്കാനായി അവൻ കൊണ്ടുവച്ചതായിരുന്നു അതെല്ലാം. ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അവനത് പറയുമ്പോൾ ദീപയുടെ മുഖം നാണത്താൽ വിരിഞ്ഞു. ശേഖരൻ പാടത്തുനിന്ന് പണി കഴിഞ്ഞ് കയറിയതേ ഉള്ളൂ. അപ്പോഴാണ് ദല്ലാൽ രാഘവൻ അയാളുടെ അടുത്തേക്ക് വന്നത്. ആ, ഞാൻ ശേഖരേട്ടനൊന്ന് കാണാനിരിക്കുമായിരുന്നു. എന്താ രാഘവ വിശേഷം? കൈക്കോട്ട് നിലത്തേക്ക് വെച്ചിട്ട് ശേഖരൻ അയാളെ നോക്കി. രണ്ടാമത്തെ കുട്ടിക്ക് കല്യാണം വല്ലതും ആയോ? ആർക്ക്? വീണമോക്കോ? അവള് പഠിക്കുവാ. എംകോം കഴിയാനേ ഇനി 5-8 മാസം കൂടിയുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ നല്ലൊരു ചെക്കനൊത്തു വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാലോ? ഇപ്പൊ വേണ്ട രാഘവ, അവൾ പഠിക്കുമല്ലേ, അത് കഴിയട്ടെ. ചെറുക്കൻ LD ക്ലർക്കാ, നല്ല തങ്കപ്പെട്ട സ്വഭാവം. അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ഓ, ഇപ്പൊ വേണ്ടടാ, ആലോചിക്കാൻ തുടങ്ങി പോലുമില്ല. അതിനൊന്നും ഞാൻ എതിര് പറഞ്ഞില്ലല്ലോ. ഇതെന്തായാലും നല്ല കേസാ. പയ്യന്റെ വീടാണെങ്കിൽ പൊളിങ്കുന്നാ. ഞാൻ പറഞ്ഞില്ലേ രാഘവ, ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നില്ല. ആ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇതാവുമ്പോ വേറെ ബാധ്യതയൊന്നും പയ്യനില്ല. തന്നെയുമല്ല, തരക്കെടില്ലാത്ത ജോലിയുണ്ട്. മോനോടൊന്ന് ആലോചിച്ച് നോക്ക് ശേഖരേട്ടാ. അതും പറഞ്ഞ് ദല്ലാൽ രാഘവൻ നടന്നു വന്നു. വീട്ടിലെത്തി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ശേഖരൻ ഭാര്യയോട് കാര്യം അവതരിപ്പിച്ചു. നല്ല ആലോചനയാണോ ശേഖരേട്ടാ? നമുക്കൊന്ന് നോക്കിയാലോ? നീ എന്തായി പറയുന്നേ? അവള് പഠിച്ചോണ്ടിരിക്കുവല്ലേ. അതിലൊന്നും ഒരു കാര്യവുമില്ല. സമയമായെങ്കിലേ ഉടനെ തന്നെ കല്യാണം നടക്കും. ജാതകവശാൽ അവൾക്ക് 23 വയസ്സിന് മുമ്പാ കല്യാണം. എടി, അവൾക്ക് പഠിത്തം കഴിയണ്ടേ? നീ ഇങ്ങനെ തുടങ്ങാതെ. അപ്പൊ പിന്നെ ലക്ഷ്മി മോളോ? അവളും പഠിക്കുവല്ലേ? ഉം, ഇതാ പെണ്ണുങ്ങളുടെ കുഴപ്പം. കാള പെറ്റെന്ന് കേട്ടാലേ കയറെടുക്കും. ഇതാപ്പോ നന്നായേ. ഞാൻ പറഞ്ഞാണോ കുറ്റം? അവൻ വരട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. എന്താമ്മേ, ആരുടെ കാര്യ പറയുന്നേ? ലക്ഷ്മി അവർക്കരികിലേക്ക് നടന്നു വന്നു. നമ്മുടെ വീണയ്ക്കൊരു ആലോചന വന്നതാ മോളെ. അച്ഛനെ കാര്യം സംസാരിക്കുമായിരുന്നു. ആണോ? എവിടെയാണ് അച്ഛാ? ചെറുക്കന് ജോലിയുണ്ടോ? പൊളിങ്കുന്നാണ് പയ്യന്റെ വീട്. LD ക്ലർക്കാണ് ചെറുക്കൻ. നമ്മുടെ ദല്ലാൽ രാഘവൻ പറഞ്ഞതാ മോളെ. ആഹാ, കൊള്ളാലോ അച്ഛാ. നല്ലതാണെങ്കിൽ നമുക്ക് നോക്കിയാലോ? അവള് പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ മോളെ. അതുകൊണ്ടേ അച്ഛൻ അയാളോട് ഇപ്പൊ നോക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ടച്ചാ. വൈശാഖേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം. അതാ മോളെ ഞാനും പറഞ്ഞേ. അവൾക്കാണെങ്കിൽ 23 വയസ്സാകാൻ പോന്നു. ഇതാവുമ്പോ ചെറുക്കന് നല്ല ജോലിയുണ്ട്, ഒരുപാട് ദൂരവുമില്ല. നീ പറയും പോലെയാണോ സുമിത്ര കാര്യങ്ങൾ? അവളുടെ അഭിപ്രായം നോക്കണ്ടേ? അവൾക്കൊരു എതിരഭിപ്രായവും ഇല്ല. ഈ കല്യാണം എന്നൊക്കെ പറയുന്നതേ ഒരു തലയവരെയാ. വൈശാഖിന്റെ കല്യാണം അപ്പം നടക്കൂന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ലക്ഷ്മി മോളും ഒപ്പം പഠിക്കുമായിരുന്നു. വീണേക്കാ 3 വയസ്സ് ഇളയതാ മോള്. സുമിത്ര കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിച്ചു. നീ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടാൻ വരട്ടെ. വൈശാഖിനോട് നമുക്ക് സംസാരിക്കാം. ശേഖരൻ ഭാര്യയെ ഒന്ന് നോക്കി. അച്ഛൻ പറഞ്ഞാൽ ശരി, നമുക്ക് ഏട്ടനോടുകൂടി സംസാരിക്കാം. തന്നെയല്ല, വീണയോടുകൂടി ഞാനൊന്ന് ചോദിക്കട്ടെ. അവളുടെ നിലപാട് എന്താണെന്ന് അറിയാലോ. അതാ മോളെ ശരി. ഇവക്ക് വിവരമുണ്ടോ? ശേഖരൻ ചായ കുടിച്ച ഗ്ലാസ് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഉമ്മറത്തേക്ക് പോയി. എന്റെ ലക്ഷ്മി മോളെ, നല്ലതാണെങ്കിൽ നടന്നാ മതിയായിരുന്നു. ഈ പഠിത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായം കൂടി വരുമല്ലേ. അതൊക്കെ ശേഖരേട്ടനോട് പറഞ്ഞ വല്ലതും മനസ്സിലാവുമോ? വരട്ടെ അമ്മേ, നോക്കാം നീ. ഞാൻ വീണയൊന്ന് കാണട്ടെ. ലക്ഷ്മി വീണയുടെ അടുത്തേക്ക് പോയി. വീണയപ്പോ നിലവിളക്ക് തേക്കുകയാണ്. ആ, വീണ മോളെ, ഇങ്ങനെ നിലവിളക്കം തേച്ച് നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ലക്ഷ്മി മുഖവരിയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു. ആ, ബെസ്റ്റ്. എന്താ എടുത്തി, ബ്രോക്കർ പണി തുടങ്ങിയോ? ആ പാവൻ രാഘവേട്ടൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. രാഘവേട്ടനൊക്കെ ജീവിച്ചു പൊക്കോളും. നിന്റെ അഭിപ്രായം എന്താ? നിനക്ക് വയസ്സ് 23 ആവാറായില്ലേ? അമ്മ ഏത് സമയവും നിന്റെ വിവാഹത്തെക്കുറിച്ചാ പറയുന്നേ. എന്താ നിന്റെ അഭിപ്രായം? ഏടത്തി എന്താ പതിവില്ലാതെ ഇപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നേ? എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വെച്ചോ. നിന്റെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. ഞാൻ MCOM കംപ്ലീറ്റ് ചെയ്തില്ല. തന്നെയല്ല, PSC എഴുതി എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറണമെന്നാ എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞു മതി എടുത്തി വിവാഹം.
എംകോം കംപ്ലീറ്റ് ചെയ്ത ശേഷമേ വിവാഹം കാണും. പിന്നെ PSC എഴുതി ജോലിക്ക് കയറുന്നതിന് വിവാഹത്തിന് ശേഷവും കഴിയൂലോ. വിവാഹത്തിന് ശേഷം പിന്നെ കുടുംബം, കുട്ടികൾ, അതൊക്കെ കണക്കായിരിക്കും ഏട്ടത്തി. നീ മനസ്സ് വെച്ചാ നിനക്കൊരു ജോലി ലഭിക്കും. അതിന് വിവാഹം ഒരു കാരണമല്ല കുട്ടി. എനിക്കൊരു ജോലി സമ്പാദിക്കണം ഏട്ടത്തി. അത് കഴിഞ്ഞ് എന്റെ അച്ഛനെ എനിക്കൊന്ന് സഹായിക്കണം. പാവം അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുവാനായി ഒരുപാട് കഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടിയാ പിന്നെ വീട്ടുകാരെ സഹായിക്കാൻ ഒന്നും പറ്റില്ല. അച്ഛന്റെ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. വൈശാഖേട്ടന് ജോലി കിട്ടിയാ അച്ഛനെ ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും ഏട്ടൻ സമ്മതിക്കില്ല. എന്നാലും ഏട്ടത്തി, ഒരെന്നാലും ഇല്ല വീണേ. ഇപ്പൊ ആണെങ്കിൽ നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. പയ്യനെ എഡിക്കർക്കാ. അമ്മയും ഒറ്റ മകനും മാത്രമേ ഉള്ളൂ. എന്താ നിന്റെ അഭിപ്രായം? അത് പിന്നെ ഏട്ടത്തി, അല്ല, അച്ഛനും അമ്മയും നിന്റെ അഭിപ്രായം തേടാൻ എന്നെയാ ഏർപ്പാടാക്കിയത്. അതുകൊണ്ട് നിന്റെ വിലയേറിയ അഭിപ്രായം ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ തീരുമാനിക്കും പോലെ അതേ ഉള്ളൂ എനിക്കും. എന്നുവെച്ചാ എന്നുവെച്ചാ വീണേച്ചിക്ക് ഇപ്പൊ കല്യാണം കഴിക്കുന്നതിൽ ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നിൽ നിന്ന് ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞു, ഈ കാന്താരി, നീ എല്ലാം കേട്ട് പതുങ്ങി നിൽക്കുമായിരുന്നോ? ഞാനോ? ഞാനാ ടൈപ്പല്ല. ഇതുവഴി പോയപ്പോ കേട്ടെന്നേ ഉള്ളൂ. ആ, ദേ ഏട്ടൻ വന്നു. ഇനി എല്ലാം ഏട്ടന്റെ തീരുമാനത്തിന് വിടുന്നു. ഉണ്ണിമോൾ ചിരിച്ചു. അച്ഛാ, അടുത്ത ദിവസം ട്രെയിനിങ് തുടങ്ങും കേട്ടോ. അവൻ അകത്തേക്ക് കയറി. അതൊക്കെ പിന്നെ പറയാം. ആദ്യം നീ പോയി കുളിച്ചിട്ട് വരൂ മോനെ, സുമിത്ര പറഞ്ഞു. ഓ, ഞാനത് മറന്നു. ലക്ഷ്മി എവിടെ? ദാ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഏട്ടന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടതും ഏട്ടത്തി ഓടി. ഉണ്ണിമോൾ ചിന്തിച്ചു. നീ പോയി കുളിച്ചിട്ട് വാ മോനെ. നിലവിളക്ക് കൊളുത്താറായി. സന്ധ്യയാകുമ്പോ കുളിക്കുന്നത് ദോഷമാ. വൈശാഖ നേരെ കുളത്തിലേക്ക് പോയി. കുഞ്ഞുലക്ഷ്മി, അച്ഛ വന്നു കേട്ടോ. അവൻ കുളി കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു. അച്ഛ കുളി കഴിഞ്ഞു വന്നു കേട്ടോ. പാവം അച്ഛ. അച്ഛ പാവായത് അമ്മയുടെ ഭാഗ്യം അല്ലേ കുഞ്ഞു? അവൻ ലക്ഷ്മിയെ വന്ന് കെട്ടിപ്പിടിച്ചു. ഏട്ടാ, ഇന്ന് കുറേ സംഭവങ്ങളൊക്കെ നടന്നു. എല്ലാം അച്ഛൻ പറയും. എന്താടി, നീ കാര്യം പറയാ? അതൊക്കെ സസ്പെൻസ്. ഏട്ടൻ ചെല്ല്, ഞാൻ പിറകെ വരാം. ദേ പെണ്ണെ, കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ? തൽക്കാലം പറയുന്നില്ല, മോൻ അങ്ങോട്ട് ചെല്ല്. ലക്ഷ്മിക്കും കുഞ്ഞുലക്ഷ്മിക്കും ഓരോ ഉമ്മ കൊടുത്തിട്ട് വൈശാഖൻ മുറിവിട്ടിറങ്ങി. അച്ഛ, കാര്യം നല്ല ആലോചനയൊക്കെ ആയിരിക്കും. പക്ഷെ വീണയ്ക്കൊരു ജോലി കിട്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ബന്ധം കിട്ടില്ലേ? ഞാനും അത് പറഞ്ഞു മോനെ. പക്ഷെ അവൾക്ക് പ്രായം കൂടി വരുവാണെന്നാ നിന്റെ അമ്മ പറയുന്നേ. ഓ, ഇപ്പൊ അങ്ങനായോ? വീണയ്ക്ക് 23 വയസ്സാവുക. ഇനി ഇങ്ങനെ പഠിത്തമൊന്നും പറഞ്ഞ് നടന്നാലേ ചൊവ്വുള്ള ചെക്കന്മാരെയൊന്നും കിട്ടില്ല. ഒന്ന് പോമ്മേ മിണ്ടാതെ. അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ചെക്കന്മാരില്ല പോലും. എന്തേ, എല്ലാരും നാട് വിടുവോ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. രാഘവൻ പറഞ്ഞ പ്രകാരം ഇതൊരു നല്ല കൂട്ടരാ. അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അമ്മ കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ വീണയുടെ ഏറ്റവും വലിയ സ്വപ്നമാ സ്വന്തമായൊരു സർക്കാർ ജോലി. എടാ മോനെ, ഇത് അമ്മയും മോനും മാത്രമേ ഉള്ളൂ. വേറെ ബാധ്യതയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വീണയ്ക്ക് പഠിക്കുവോ ജോലി മേടിക്കുവോ എന്തു വേണേലും ആവാം. ശരി ശരി. അമ്മ വീണ ഇങ്ങോട്ട് വിളിച്ചേ. ഞാനിവിടെ ഉണ്ടേട്ടാ. അപ്പൊ നിന്നോട് ഇനി കൂടുതലായിട്ടൊന്നും ചോദിക്കണ്ടല്ലോ. എന്താ നിന്റെ അഭിപ്രായം? എനിക്കങ്ങനെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും ഇല്ലേട്ടാ. നിങ്ങളുടെയൊക്കെ തീരുമാനം പോലെ. അത് വേണ്ട. നിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് പറ. എന്റെ ഏട്ടാ, ചെക്കൻ വന്ന് കണ്ടിട്ട് പോലുമില്ല. ജാതകം ചേരുവോന്നറിയില്ല. പരസ്പരം ഇഷ്ടമാവോന്നറിയില്ല. ആ ചെക്കന്റെ പ്രായം, വിദ്യാഭ്യാസം ഒന്നും നമുക്കറിയില്ല. അതൊക്കെ ശരിയാ. എല്ലാം ഒത്തു വന്നാൽ നിന്റെ തീരുമാനം എന്താ? എനിക്കങ്ങനൊന്നും പറയാൻ അറിയില്ലേട്ടാ. നിങ്ങളൊക്കെ ആലോചിക്ക്. എന്നിട്ട് ഏട്ടത്തിയോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ഉണ്ണിമോൾ അത് ഏറ്റുപിടിച്ചു. നീ പോടി മിണ്ടാതെ. അവളെ അടിക്കുവാനായി വീണ കയ്യോങ്ങി. ഇപ്പൊ എന്റെ നിലയിലായോ കുറ്റം? നമ്മളൊന്നും പറയുന്നില്ലേ? ഉണ്ണിമോൾ അകത്തേക്ക് കയറിപ്പോയി. മോനെ വൈശാഖ, ആ രാഘവനോട് ഞാൻ ഈ കാര്യം താല്പര്യമില്ലെന്നാ പറഞ്ഞേ. അയാൾ ഇനി ഇതും പറഞ്ഞു വരുവോ നോക്കിയിട്ട് പോരെ ബാക്കി കാര്യം. അതാ അച്ഛാ നല്ലത്. വൈശാഖൻ എഴുന്നേറ്റു. ആ മോനെ, ഈ ട്രെയിനിങ് 6 മാസമല്ലേ? അത് കഴിഞ്ഞല്ലേടാ ജോലിക്ക് കയറുന്നേ? അതെ അച്ഛാ, അത് കഴിഞ്ഞാ പിന്നെ ജോലിക്ക് കയറാം. അച്ഛനോട് കുറച്ചു സമയം അവനതെല്ലാം വിശദീകരിച്ചു. ലക്ഷ്മി, അവൾക്ക് സമ്മതമാണോ ഈ ബന്ധത്തിന്? റൂമിലെത്തിയപ്പോ വൈശാഖൻ അവളെ നോക്കി.
അവള് പറഞ്ഞതുപോലെ പെണ്ണ് കണ്ടില്ല, ജാതകവും നോക്കിയിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ പരവശപ്പെടുന്നത്? അതല്ല ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം. അവൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ? ദേ ഏട്ടാ, ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന രീതി എന്റെ അടുത്ത് എടുക്കരുത് കേട്ടോ. നല്ല ചുട്ടി അടി മേടിക്കും. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചു. ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ശരി, ഞാൻ ചിരി നിർത്തി. പോരെ? ഇനി ഞാൻ ചോദിച്ചതിന്റെ മറുപടി താ. അവൾക്ക് താല്പര്യക്കുറവൊന്നുമില്ലെന്നാ എന്റെ ഒരു നിഗമനം. ഇനി ബാക്കിയെല്ലാം രാഘവേട്ടന് വിട്ടുകൊടുക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. നീ എവിടെ പോവാ? ഞാൻ അടുക്കളയിലേക്ക്. നീ ഇവിടെ ഇരിക്കണ്ടേ ലക്ഷ്മി? എന്തിന്? ചുമ്മാ. എനിക്കേ നിന്റെ മടി തലവെച്ച് കിടക്കാൻ. അയ്യടാ, ഒരു പൂതി. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അതും പറഞ്ഞ് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നീ എന്നോട് ക്ഷമിക്കില്ലേ ദീപേ? എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും അർത്ഥമില്ലെന്ന് എനിക്കറിയാം. അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടക്കവേ രാജീവൻ ചോദിച്ചു. സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയേട്ടാ. ജീവിക്കണ്ടെന്ന് തോന്നിപ്പോയതുകൊണ്ടാ. പിന്നെ ഒന്നും നോക്കാതെ അവളത് പറയുകയും അവൻ അവളുടെ വായ തന്റെ കൈകൊണ്ട് പൊത്തി. പ്ലീസ് ദീപേ, ഇനി ആ വാചകം നീ പറയരുത്. എനിക്ക് എന്തേലും സംഭവിച്ചാ ഏട്ടന് വിഷമം വരുമായിരുന്നോ? അവൻ മൂളി. ഓ ചുമ്മാ, ഏട്ടനൊരു വിഷമവും ഇല്ല. എനിക്കറിയാം. അങ്ങനെ ആയിരുന്നു നേരത്തെ. പക്ഷെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. അവൻ അവളുടെ മുടിയിഴകളിൽ വിരലൊടിച്ചു. ഐ എം സോറി ദീപേ. ഇനി അതൊന്നും പറയണ്ട. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ ഞാൻ മറന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ പുതിയൊരു ജീവിതമാണ്. അവൾ അത് പറയുകയും അയാൾ അവളുടെ നെറ്റിയിൽ മൃദുവായി ഒരു ചുംബനം കൊടുത്തു. ഇനി എന്റെ അവസാന ശ്വാസം വരെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല ദീപേ. അവൻ പറഞ്ഞു. മതി, ഈ ഉറപ്പ് മാത്രം മതിയേട്ട. എനിക്ക് വേറെ ഒന്നും വേണ്ട. പാവം ദീപ വിങ്ങിക്കരഞ്ഞു. ഒരുപാട് കരഞ്ഞു. ഈ ഞാൻ കാരണം. എന്റെ കൂടെ കൂടിയ നാൾ മുതൽ നീ കരഞ്ഞു. ഇനി നിന്റെ കണ്ണിൽ നിന്ന് ഈ കണ്ണീര് വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ലെന്നുള്ള അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. ലേബർ റൂമിൽ വെച്ച് നമ്മുടെ കുഞ്ഞുണ്ടാവുമ്പോ. അതും പറഞ്ഞുകൊണ്ടവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. തുടരും.